അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഒരു കടായിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കപ്പളവിലാണെന്നുണ്ടെങ്കിൽ 250 ml കപ്പിന് 1.5 കപ്പ് പാലെടുക്കുക. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് കട്ടിയുള്ള പാല് എടുക്കുക. ഇപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുത്ത പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് 2 വലിയ തക്കാളി ഇതുപോലെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 12 കശുവണ്ടി ചേർക്കാം. ഞാനിപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാത്ത മുഴുവൻ കശുവണ്ടി പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 പച്ചമുളകാണ് 2ആയിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. ഞാൻ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 4 എണ്ണം എടുത്തിട്ടുള്ളത്. അവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ വിചാരിക്കും ഇതിൽ തക്കാളിയും സവാളയൊക്കെ ചേർക്കുമ്പോൾ പാല് പിരിഞ്ഞു പോവില്ലെന്ന്. പാലൊന്നും പിരിഞ്ഞു പോവില്ല. റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ സവാളയും തക്കാളിയും കശുവണ്ടി പരിപ്പും ഒക്കെ വെന്ത് വരണം. ഈ പാലിൽ കിടന്ന് തന്നെ വെന്ത് വരണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഈ സൈഡിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ പാലുണ്ടല്ലോ അതൊക്കെ ഇതുപോലൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലെല്ലാം വറ്റി പകുതിയായിട്ട് വന്നിട്ടുണ്ട്. സവാളയും തക്കാളിയും കശുവണ്ടി പരിപ്പും പച്ചമുളകൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, പാലൊന്നും പിരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇപ്പൊ ഇത് നല്ല ചൂടല്ലേ, ഇതിന് ചൂട് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. ബട്ടറിൽ വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ബട്ടറിൽ തന്നെ ചെയ്തിട്ടെടുക്കുക. ബട്ടറെല്ലാം ഒന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ ബട്ടറെല്ലാം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്, വലിയ ജീരകമല്ല. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. 5 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ഏലക്കയും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ എല്ലാം മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അലികൾ പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ചതച്ചോ അല്ലെങ്കിൽ നീളത്തിലോ ഒക്കെ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. പേസ്റ്റ് ആകുമ്പോൾ നമ്മൾ സവാള വഴറ്റിയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത ഒരു മണം വരും. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒരു പച്ച മണം വരുന്ന സമയത്ത് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് ചേർക്കാം. സവാളയെല്ലാം ഒന്ന് വഴന്ന് വരണം. അപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിൽ കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ സവാളയും തക്കാളിയൊക്കെ വേവിച്ചെടുത്ത സമയത്ത് പച്ചമുളക് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ചെറിയ ജീരകം നേരത്തെ ചേർത്തിട്ടുണ്ട്. അമ്പു ഏലക്കൊക്കെ മൂപ്പിക്കുന്ന സമയത്ത് ചെറിയ ജീരകം ചേർത്തിട്ടാണ് മൂപ്പിച്ചെടുത്തിട്ടുള്ളത്. ചെറിയ ജീരകം ചേർത്തുകൊണ്ട് ഇപ്പം നമ്മൾ ചെറിയ ജീരകത്തിന്റെ പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പൊടിയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്തില്ലേ ആ ഒരു സമയം 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി പൊടിയായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇത് വാടി വരണം. വേണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ തക്കാളി വേവിച്ചത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കണം. തക്കാളി എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയും സവാളയും പച്ചമുളക് കശുവണ്ടി പരിപ്പൊക്കെ വേവിച്ചെടുത്തിട്ടില്ലേ അതങ്ങ് അരച്ചെടുത്തതാണ്. നല്ല പേസ്റ്റ് പരുവത്തിന് ഇതുപോലെ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ
അരച്ച് വെച്ച ജാറല്ലേ അത് ഒന്നുകൂടി കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നോക്കിയിട്ട് ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി, കുറവുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല, പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പഞ്ചസാര ചേർക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ഞാൻ ചേർക്കുന്നില്ല. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചപ്പട്ടാണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. പച്ചപ്പട്ടാണി ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചപ്പട്ടാണിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പനീറാണ്. ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള പനീറാണ്. 250 ഗ്രാമാണ് ഉള്ളത്. ഞാൻ പാല് കുറച്ച് കൂടുതലുള്ളപ്പോൾ പാല് പിരിച്ചിട്ട് ഇതുപോലെ പനീർ തയ്യാറാക്കി വെക്കും. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള പനീറാണ്. നല്ല ഹെൽത്തിയാണിത്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ പനീറും കൂടെ ചേർത്ത് കൊടുത്ത് ഒരുപാട് ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ മുളക് പൊടിയൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം, ആ പനീറിലൊക്കെ മസാല പിടിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. പനീറും പച്ചപ്പട്ടാണിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, പനീർ ഒന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല, മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല കുറുകിയ മസാലയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഇനി 2 കാര്യങ്ങൾ ഇതിൽ ചേർക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്. ഇത് കൈ കൊണ്ട് തിരുമി പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. കസൂരി മേത്തി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റുമാണ്. ഒലിവേല ഉണക്കി പൊടിച്ചതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പനീർ മാത്രമല്ല, വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും കിട്ടുന്ന പച്ചപ്പട്ടാണിയൊക്കെ ചേർത്തിട്ടുള്ള പനീർ ബട്ടർ മസാലയാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് വില കൊടുത്താണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പനീറൊക്കെ വെച്ചിട്ട് പച്ചപ്പട്ടാണിയൊക്കെ വെച്ചിട്ട് വീട്ടിൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഹെൽത്തിയുമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പട്ടാണി വെച്ചിട്ടുള്ള പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്